അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ജനറേഷണൽ ട്രോമ. അതെന്താണെന്ന് ചിലപ്പോൾ ഒരു പക്ഷെ എല്ലാവർക്കും ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഞാനെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അതായത് എനിക്കങ്ങനെ ചൈൽഡ്ഹുഡിൽ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ട്രോമ ഇല്ല. എൻ്റേതായിട്ടുള്ള അങ്ങനെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കണില്ല. എനിക്ക് എവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഞാൻ അറിയാത്തൊരു പെയിൻ ഉണ്ട്, ഞാൻ അറിയാത്തൊരു വെയിറ്റ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇപ്പം ഞാൻ വെൻ്റ് ഔട്ടൊക്കെ നടത്തുമ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും എന്താണ് ജനറേഷണൽ ട്രോമ? സോ ജനറേഷണൽ ട്രോമ അല്ലെങ്കിൽ ആൻസിസ്ട്രൽ ട്രോമ എന്നൊക്കെ നമ്മൾ പറയുന്നത് രണ്ട് രീതിയിലാണ് നമുക്ക് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ളൊരു ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ജനിച്ച കാലം മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മളുടെ ലൈഫിൽ നമ്മളുടെ പേരൻസ്, നമ്മളുടെ സ്കൂളിംഗ്, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ജീവിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ക്യാരക്ടർ, ബിഹേവിയർ, പേഴ്സണാലിറ്റി എല്ലാം ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസിൽ നിന്നും നമ്മൾ പിക്ക് ചെയ്യുന്ന, അപ്പോൾ അതൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പാരൻറ്റ് വഴക്ക് പറഞ്ഞതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ ടീച്ചർ നമ്മളെ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്തതാവാം കുട്ടികളുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് നെഗ്ലക്റ്റ് ചെയ്തതാവാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ നമ്മുടെ ലൈഫിലുള്ള ട്രോമകൾ, ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മളുടെ ഒരു പാറ്റേൺ, അതായത് ചൈൽഡ്ഹുഡിൽ നിന്നും നമ്മൾ ജനിച്ച് വളരുമ്പോൾ നമ്മൾ പോലും അറിയാതെ പിക്ക് ചെയ്യുന്ന ഓരോരോ പാറ്റേൺസ് ഉണ്ട്, ഓരോരോ റിക്കറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വഴി. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ കോൺഷ്യസ്ലി അല്ല. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷിബില എൻ്റെ വീട്ടിൽ വരുന്നു, ഞാനൊരു ഗ്ലാസ് വെള്ളം തരുന്നു, പക്ഷെ അത് ഇച്ചിരി ചൂടുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ഷിബില അത് പെട്ടെന്ന് നോക്കാതെ വെള്ളം കിട്ടിയെന്നുള്ളൊരു രീതിയിൽ അങ്ങ് കുടിച്ചു. അപ്പോൾ പെട്ടെന്ന് നാക്ക് പൊള്ളി. അപ്പം നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അതൊരു ആഫ്റ്റർ ഒരു 1 year ആവാം, ചിലപ്പോൾ ഒരു 10 years ആവാം, വീണ്ടും വെള്ളം കിട്ടുമ്പോൾ നമ്മളൊന്ന് കുടിച്ച് നോക്കിയിട്ടേ നമ്മൾ പിന്നെ ബാക്കി കുടിക്കുള്ളൂ. അതായത് അത് നമ്മൾ മനഃപൂർവ്വം കോൺഷ്യസ്ലി ഇപ്പോൾ ഈ ചൂടുവെള്ളം കുടിച്ചത് കാരണം പൊള്ളി എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നില്ല, പക്ഷെ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡാണ്. അപ്പോൾ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് പ്രിഡിക്ഷൻസ് വെച്ചിട്ടാണ്, പാറ്റേൺസ് വെച്ചിട്ടാണ്. സെയിം ലൈക്ക് AI പോലെ എന്ത് ഇൻഫർമേഷൻസ് അതിൽ കിട്ടുന്നോ അത് വെച്ചിട്ടാണ് അതൊരു പാറ്റേണായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ്, പ്രിഡിക്ഷൻ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഒന്ന്. അപ്പോൾ നമ്മളുടെ വിചാരം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ബ്ലോക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ, ഇതെല്ലാം എന്തുകൊണ്ടാണ് എനിക്ക് വന്നേ, ഇതെവിടെ നിന്നാണ്, ഇതെന്തുകൊണ്ടാണ് ഞാനിതിൽ സഫർ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഷിബില പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ആയിട്ട് എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, ഒരു ആങ്സൈറ്റി ഇഷ്യൂ, അല്ലെങ്കിൽ പെട്ടെന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള, അതായത് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാവും, അതായത് ജഡ്ജ്മെൻറ്റ് ഫിയർ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. പക്ഷേ അങ്ങനെ ഒരു ഫിയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആങ്സൈറ്റി എനിക്ക് വരേണ്ട കാര്യമില്ല, കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനായിട്ട് പിക്ക് ചെയ്ത ഒരു പാറ്റേൺ എൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിലോ ഇല്ല. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് ക്ലയൻസ് ആയിട്ട് വരാറുണ്ട്. അതായത് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഇഷ്യൂസോ അല്ലെങ്കിൽ വലിയ ട്രോമകളോ അല്ലെങ്കിൽ വലിയ മേജർ ആയിട്ടുള്ള ഇവൻസോ അല്ലെങ്കിൽ അങ്ങനെ അവർ ഓർത്തിരിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭൂമി ഞാനിത് സഫർ ചെയ്യുന്നത്. അതായത് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹീലിംഗിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ മീ, എന്തുകൊണ്ടാണ് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ആൻസറാണ് ഇപ്പോൾ ഷിബില ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അതായത് ജനറേഷണൽ ട്രോമ അല്ലെങ്കിൽ നമ്മളുടെ ഇതുപോലെയുള്ള ആൻസിസ്ട്രൽ ട്രോമ. നമ്മൾ പിക്ക് ചെയ്ത പാറ്റേൺസ്, അത് സബ് കോൺഷ്യസ്ലി നമ്മൾ പിക്ക് ചെയ്ത പാറ്റേൺസ്, അല്ലെങ്കിൽ നമുക്ക് ജനറേഷണലായിട്ടുള്ള നമ്മളുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അതായത്